നല്ലൊരു ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച ചെറുപയർ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കിംഗ് റേഞ്ചിന്മേലാണ് സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ആദ്യം ചുടുവെള്ളത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണെന്ന് അറിയാം, കാണിച്ചു തരാം കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഇത് നല്ല ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് വേറൊരു സാധനം ഉപയോഗിക്കണം. ഓക്കെ, എളുപ്പം വേവാൻ വേണ്ടി കുറച്ച് ഉപ്പ് കുറച്ചിട്ടാ ഒന്ന് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ സാധനം പെട്ടെന്ന് വേവിട്ടാ. ചെറുപയർ അതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ചെറുപയർ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാൻ നല്ല സ്ട്രോങ്ങിൽ വെച്ച് ചെറുപയർ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ചെറിയ അരി. നമ്മളെ ചെറിയ അരി കണ്ടാ, ഈ ചെറിയ അരി ഇതിലേക്ക് ഇട്ടെടുക്കണം. കണ്ടാ, ആ നല്ല വെന്ത ചെറുപയർക്ക് ഈ ചെറിയ അരി ഇട്ട് കൊടുത്തു. ആ ചെറിയ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുപയറും കൂടി മിക്സ് ആക്കി നല്ലോണം ഒന്നും കൊണ്ട് വേവിപ്പിക്കാം. നല്ല കൊണ്ട് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി കാണിച്ചു തരാം കേട്ടോ. ചെറുപയർ നല്ല വെന്തിക്കണ്. ഇപ്പോൾ ഒരൊറ്റ തിളച്ച് കഴിഞ്ഞാൽ ഈ ചെറുപയറും അതുപോലെ വേവും. ചെറിയ അരിയും അതുപോലെ വേവും. ഓക്കെ, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ചെറുപയറും അരിയും നല്ല മിക്സ് ചെയ്യണ്ട, നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാധനം മിക്സ് ചെയ്യണ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നതിന് ശേഷം ഫ്രൈ പാൻ വെച്ചു. ഫ്രൈ പാനിക്ക് ഇനി നമ്മളെ നാടൻ വെളിച്ചെണ്ണ മട്ടന്ന് കൊടുക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ. ഇത് കട്ടയിക്കണം, ഇപ്പോൾ തണുപ്പുണ്ട്. നാടൻ വെളിച്ചെണ്ണ ഒരുക്കണുള്ളൂ. വെളിച്ചെണ്ണ നല്ല ഒരുക്കിയിട്ടുണ്ട്. അതിന് ശേഷം ചെറിയ ഉള്ളി നമ്മളെ നാട്ടിലത്തെ വലിയ മുളകുണ്ടല്ലോ, ഇപ്പം ഉണക്കമുളക്, അത് ഒരു 2-3 കഷ്ണം ഒന്ന് പൊട്ടിച്ചിടുക. 2-3 കഷ്ണം പൊട്ടിച്ചിടുക. ചെറിയ ഉള്ളി ഇങ്ങനെ ഇതേമാതിരി അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം ഇതേമാതിരി നല്ല ആ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് തൂമിക്കാന്ന് അറിയില്ലേ, അതന്നെ സംഭവം. നല്ല ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് തൂമിക്കുക. എന്നതിന് ശേഷം അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളിവട്ടൽ. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് മിക്സ് ആക്കിയിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. മക്കളെ വേറെ ലെവലാണ്. ഉണ്ടാക്കി വന്നാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് എല്ലാവർക്കും രാവിലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല സാധനമാണ്, ഒരു കേടുമില്ല. ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല സാധനമാണ് മക്കളെ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് പറയട്ടാ. ഇതിലെന്തൊക്കെ ചേർത്തെന്നൊക്കെയുള്ള ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ചെറുപയർ നല്ലൊന്ന് വെന്തതിന് ശേഷം പിന്നെ എന്താ പറയുക, ചെറിയ അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് വേവിച്ച് അതിന് ശേഷം വെന്തതിന് ശേഷം അതെടുത്ത് വെച്ചതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞ് അത് അതിലേക്ക് ഇട്ട് നല്ല വെളിച്ചെണ്ണയിലിട്ട് തൂമിച്ച് അത് ഇതിലേക്ക് ഒഴിച്ച് അതിന് ശേഷം ഈ വെളിച്ചെണ്ണ തൂമിക്കുമ്പോൾ തന്നെ 2 ചെറിയ നമ്മളെ നാട്ടിലത്തെ ഉണങ്ങിയ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവും. അതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ മക്കളെ, കാണിച്ചു തരാം ഇതിൻ്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറേ കാലം അങ്ങോട്ട് പിന്നിലേക്ക് പോകും. ആ ചെറു സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, ഒരു കഞ്ഞും പയറും കഴിക്കല്, അതിൻ്റെ ഫീലാ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടാ, എന്നിട്ട് അതിന് വിവരം അറിയിക്കും. പൊളിയാ.